ചൈനീസ് ലാംഗ്വേജ് പഠിക്കാൻ ചൈനീസ് ഡ്രാമ. ആഹാ, അല്ലെങ്കിൽ ഇപ്പോൾ ഡ്രാമാസ് ഒന്നും കാണാത്ത പോലെ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് സാറ്റർഡേ ആണ്, ക്ലാസ് ഇല്ല. പോരാത്തതിന് വിൻ്ററും. അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റ് എന്നിട്ട് നേരെ ബ്രഷൊക്കെ ചെയ്ത് കോഫി ഉണ്ടാക്കി. കോഫി പൗഡർ, ചൂടുവെള്ളം, മിക്സ്. ഇതാണ് എൻ്റെ ഇപ്പോഴത്തെ കോഫി. കോഫി ആയാലും ചായ ആയാലും ബിസ്ക്കറ്റ് നിർബന്ധമാണ്. അങ്ങനെ കോഫിയിൽ ബിസ്ക്കറ്റ് മുക്കി കഴിക്കാനാണ് ഈ കുപ്തന് ഇഷ്ടം. കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മ വിളിച്ചത്. പിന്നെ ഉമ്മിനായിട്ട് കുറച്ച് വിശേഷം പരദൂഷണമൊക്കെ പറഞ്ഞ് കഴിഞ്ഞ് ഞാൻ നേരെ ഫ്രഷായി. എൻ്റെ കൊച്ചു സ്കിൻ കെയറും ചെയ്തു. മോയ്സ്ചറൈസർ, ലിപ് ബാം ആൻഡ് ബോഡി ലോഷൻ, ഇത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് എനിക്ക് വിശപ്പിൻ്റെ വിളി വന്നത്. ആകെ ഉണ്ടായത് ഈ ഒരു ബ്രെഡാണ്. ഈ ബ്രെഡ് തന്നെയാണ് ഞാൻ ചൈനയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ കഴിച്ചത്. ബ്രെഡ് കഴിച്ചതിന് ശേഷം ചൈനീസ് ലാംഗ്വേജ് പഠിക്കാനിരുന്നു. അതിനാണല്ലോ ഞാൻ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നത്. പഠിച്ച് കുറച്ചധികം കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിക്ക് വിശന്നു. പിന്നെ നേരെ ക്യാൻറ്റീനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം ബ്രെഡ് കൊണ്ട് നിൽക്കില്ല. പോണ വഴിക്ക് വേസ്റ്റും ഡബ് ചെയ്ത് ക്യാൻറ്റീനിലെത്തി. എല്ലാം ഒന്ന് സെർച്ച് ചെയ്തെങ്കിലും ലാസ്റ്റ് ചിക്കനും റൈസും തന്നെ എടുത്തു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് നാളെ സൺഡേ ആണ്, ക്ലാസ് ഇല്ലയെന്ന് ഓർത്തത്. നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് വിട്ട് കുറച്ച് സ്നാക്സ് അങ്ങ് വാങ്ങി റൂമെത്തി. കുറച്ച് നേരം അങ്ങ് ചൈനീസ് ഡ്രാമ കണ്ടു. ചൈനീസ് ലാംഗ്വേജ് പഠിക്കണമല്ലോ. ഡ്രാമയൊക്കെ കണ്ട് രാത്രിയായി കിടന്നുറങ്ങി. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.